ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വെള്ളക്കടലില്ലേ അതിൻ്റെ റെസിപ്പി ആണിട്ട് നമ്മളെ ഡിന്നറിനും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ട് എല്ലാതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. നമ്മളെ ഹോട്ടലിലെല്ലാം കഴിക്കുന്ന ആ ഒരു ടൈപ്പ് നല്ല വെള്ളക്കടലിൻ്റെ കുറുമില്ലേ ആ ഒരു ടേസ്റ്റിലില്ല നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് വെള്ളക്കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളക്കടല നല്ലോണം തലേ ദിവസം രാത്രി തന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒന്ന് നല്ലോണം കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കുറഞ്ഞൊരു 5-6 മണിക്കൂറിനും കുതിരണം കേട്ടോ. അപ്പോൾ അതവിടെ കുതിർന്ന് പിറ്റേന്ന് നമ്മൾ രാവിലെ എന്നിട്ട് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ആർക്കും അതിനെ പറ്റിയിട്ട് ആർക്കും പറയണ്ടല്ലോ. എല്ലാവർക്കും തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കാൻ അറിയുന്നതല്ലേ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ എടുത്ത പോലെ തന്നെ ഞാനിവിടെ കുറച്ച് നമ്മളൊരു കൈപ്പിടി കാഷ്യൂ നട്ടില്ലേ അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയതാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് ഞാൻ ഓയിലാണ് കേട്ടോ ഇങ്ങനത്തെ കറിക്ക് നമ്മൾ ഓയിലാണ് ചേർക്കേണ്ടത്. നമ്മൾ നാടൻ ടേസ്റ്റുള്ള കറിയല്ലല്ലോ. അവിടെ നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓവർ ഇങ്ങനെ സ്പൈസസ് ഒന്നും ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനെല്ലാം കുറച്ച് 1-2 പീസ് അങ്ങനെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പട്ട ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉള്ളി 1.5 ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തക്കാളി 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഉള്ളി തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒന്നും വെന്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കേണ്ടത് കേട്ടോ. അത് ഈ കറിയിൽ നല്ലൊരു ടേസ്റ്റ് തരുന്നൊരു ഐറ്റമാണ് നമ്മുടെ ചിക്കൻ മസാല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മുടെ തേങ്ങേൻ്റെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 5-6 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ നല്ല കടല ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ 5-6 വിസിലടുപ്പിച്ച് എടുത്താൽ നമ്മുടെ കടല നല്ലോണം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കടലയിലും നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് വിസിലെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ടാണ് ഇനി നമുക്കിതിലേക്ക് 1-ാം പാലെല്ലാം ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇത് വീണ്ടും ഒന്ന് നമുക്ക് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് 1-ാം പാൽ ചേർത്തിട്ടുള്ളത്. 1-ാം പാൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കാഷ്യൂ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു ടൈം നിങ്ങൾക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പും അതുപോലെ തന്നെ എരിവെല്ലാം നോക്കിയിട്ട് ഉപ്പും കുരുമുളകെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് അവസാനമായിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചിക്കൻ മസാല അല്ല നമ്മൾ ഗരം മസാല ഇല്ലേ ബിരിയാണി മസാല എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി നിർബന്ധമാണെന്ന് വെച്ചാൽ നിർബന്ധമില്ല, പക്ഷേ ഇതിൽ അടിപൊളി ടേസ്റ്റ് തരുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിയുള്ള കടലക്കറിയാണ് കേട്ടോ. ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.